അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധമായ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ള ആളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതും അതാണ്. എല്ലാ പ്രവാചകന്മാരെക്കാളും പദവിയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തരാണ്. അവരെക്കാളും പദവി കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് എന്ന് ആ പ്രവാചകനെ വിശേഷിപ്പിക്കുന്നത്. സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള ആളാണ് ഹബീബായ നബി തങ്ങൾ. അപ്പോൾ മറ്റ് പ്രവാചകന്മാർക്ക് ഉള്ള കഴിവിനേക്കാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവുകൾ കൂടുതലാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്റെ കഴിവുകൾ യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൽ പ്രയോഗിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രവാചകന്റെ യഥാർത്ഥ കഴിവ് ഈ ദുനിയാവില് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അതായത് പ്രവാചകൻ അല്ലാഹു കൊടുത്തിട്ടുള്ള ആ ഒരു അമാനുഷികമായിട്ടുള്ള കഴിവുകൾ ഈ ദുനിയാവിന്റെ പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ, മുഹമ്മദ് മുസ്തഫ എന്ന പേര് കേൾക്കുമ്പോൾ മരിച്ച് ജീർണിച്ച് മണ്ണടിഞ്ഞ് കിടക്കുന്ന ശരീരങ്ങൾ പോലും, അഥവാ നുരുമ്പിപ്പോയ എല്ലുകൾ പോലും ജീവൻ വെച്ച് എണീറ്റ് വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതായത് പ്രവാചകന്റെ മഹത്വം. ആ നബിയുടെ യഥാർത്ഥ കഴിവ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, കാണിച്ചിട്ടുണ്ടെങ്കിൽ, മരണപ്പെട്ട് കിടക്കുന്ന ഖബർസ്ഥാനിൽ കിടക്കുന്ന ആളുകൾ പോലും എണീറ്റ് വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് വീണ്ടും അവിടെ പോയി കിടക്കുന്നു. നമുക്കൊക്കെ എന്നിട്ടും സ്വലാത്ത് പറയാനൊക്കെ വലിയ പാടാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ നബിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലതാണ്. ആ പ്രവാചകന്റെ മഹത്വം, ആ മഹത്വത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് മിഅ്റാജിനെ കുറിച്ചാണ്. ആ മിഅ്റാജിൽ ഇത്രയും പവറുള്ള ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 7 ആകാശങ്ങളെയും താണ്ടിക്കൊണ്ട് കടന്നു പോകാൻ കഴിയും എന്നതാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഇനി മിഅ്റാജിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗലഹു. സുബ്ഹാനല്ലദീ അസ്റാ, അല്ലാഹു യാത്ര ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. നബിയുടെ കഴിവ് അവിടെ നിൽക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള പദവിയും കഴിവുകളും ഒക്കെ അവിടെ മാറ്റിവെക്കാം. പക്ഷെ ഇവിടെ അല്ലാഹു പറഞ്ഞത് സുബ്ഹാനല്ലദീ അസ്റാ, പരിശുദ്ധനായ അല്ലാഹു യാത്ര ചെയ്യിപ്പിച്ചു എന്നാണ്. അല്ലാഹു യാത്ര ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോൾ അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവരാണ്. എല്ലാത്തിനും കഴിവുള്ളവരാണ് അല്ലാഹു. ഈ ലോകത്തെ പടച്ചതും ഈ ലോകത്തിലുള്ള സകലമായ കാര്യങ്ങളെയും സംവിധാനിക്കുന്ന, നിയന്ത്രിക്കുന്ന അല്ലാഹുവിനെ ഒരു മനുഷ്യനെ, അത് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ ഒരു പ്രവാചകനെ 7 ആകാശങ്ങളുടെ അപ്പുറത്തേക്ക്, അല്ലാഹുവിന്റെ സമീപത്തേക്ക് നിഷ്പ്രയാസം കൊണ്ടുപോകാൻ കഴിയും. അത് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത്. ഈ ലോകത്ത് എല്ലാം സംവിധാനിച്ചിരിക്കുന്ന അല്ലാഹുവിന് അതിനെയെല്ലാം മാറ്റിമറിക്കാനും കഴിയും. നമ്മുടെ ഈ പ്രകൃതിയുടെ സംവിധാനങ്ങളെ, ആ പ്രകൃതിയുടെ സംവിധാനങ്ങളാണ് സൂര്യൻ ഉദിക്കുക, പകലുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനെ വേണമെങ്കിൽ അല്ലാഹുവിന് ഒരു ദിവസം സൂര്യനെ ഉദിപ്പിക്കാതിരിക്കാം. അത് അല്ലാഹുവിന്റെ കഴിവാണ്. അല്ലാഹുവിന് കഴിയും അതിന്. പ്രകൃതിദത്തമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പ്രകൃതി വിരുദ്ധമായ നിലയിൽ ചെയ്യിക്കാനും അല്ലാഹുവിന് കഴിയും. പ്രകൃതിദത്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് മക്കൾ ഉണ്ടാവുക, കുട്ടികൾ ജനിക്കുക എന്നുള്ളത്. കുട്ടികൾ ജനിക്കുക എന്നുള്ളത് പ്രകൃതിയുടെ ഒരു നടപടിക്രമം. മാതാവും പിതാവും ഉണ്ടെങ്കിലേ നടക്കും. എന്നാൽ മാതാവും പിതാവും ഇല്ലാതെ കുട്ടി ഉണ്ടായിട്ടുണ്ട്. സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ഉമ്മയുമില്ല വാപ്പയുമില്ല. അത് പ്രകൃതി വിരുദ്ധമാണ്. പ്രകൃതിദത്തമായ കാര്യം മാതാപിതാക്കളിലൂടെ മക്കൾ ഉണ്ടാകുക. പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാക്കുവാനും അല്ലാഹുവിന് കഴിയും എന്നത് വിശ്വസിക്കുമ്പോഴാണ് ഈമാൻ ഉണ്ടാകുന്നത്. നമുക്ക് ഉമ്മയും വാപ്പയും ഇല്ലാതെ മകനുണ്ടാകും, വാപ്പയില്ലാതെയും മകനുണ്ടാകും, ഉണ്ടായിട്ടുണ്ട്. അത് പ്രകൃതി വിരുദ്ധമായ കാര്യമാണ്. പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെതിരാണ്. ആ എതിരായ കാര്യം ഉണ്ടാക്കാൻ അല്ലാഹുവിന് കഴിയുമെന്നതാണ്. വാപ്പയില്ലാതെ മകനുണ്ടായി ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതിനും അല്ലാഹുവിന് കഴിയും. ഇനി വാപ്പയെക്കാളും പ്രായത്തിൽ കൂടിയ മകനെ ഉണ്ടാക്കാനും അല്ലാഹുവിന് കഴിയും.
മകന് വാപ്പയെക്കാളും പ്രായം കൂടുതൽ, മകന് 100 വയസ്സ്, വാപ്പാക്ക് 40 വയസ്സ്. കഴിയോ? കഴിയും. അള്ളാഹുവിടെ കഴിയും. ഇത് വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു വളരെ വ്യക്തമായി സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്ത് പറയുന്നുണ്ട്, വാപ്പയെക്കാളും പ്രായം കൂടിയ ഒരു മകന്റെ കഥ. ഇത് വിശ്വസിക്കൽ നമ്മുടെ നിർബന്ധമാണ്. അത് വിശ്വസിച്ചില്ല എങ്കിൽ ഖുർആനിന് എതിരാവുന്നതാണ്, അള്ളാഹുവിനെതിരാവുന്നു, ദീനിന്റെ പുറത്തു പോകും. വാപ്പാക്ക് 40 വയസ്സ്, മകന് 100 വയസ്സ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നുണ്ട്, ഔകല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹ ഖാല അന്നാ യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹ. ബഹുമാനപ്പെട്ട ഉസൈർ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു സംഭവം അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. BC 595 ജെറുസലേം എന്ന് പറയുന്ന സംസ്കാര സമ്പന്നവും മനോഹരവും പ്രതാപത്തിനുടമയുമായ നല്ലൊരു മനോഹരമായ നാടാണ് ജെറുസലേം. ആ ജെറുസലേം എന്ന നാട്ടിൽ നബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു റോമൻ ചക്രവർത്തി വന്ന് വലിയ അക്രമം അഴിച്ചുവിടുകയും ആ നാടിനെ അപ്പാട് നശിപ്പിച്ചു കളയുകയും ചെയ്തു. നാടിനെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു. ആ സമയം അതിലെ യാത്ര ചെയ്തു പോകുന്ന ബഹുമാനപ്പെട്ട ഉസൈർ നബി അലൈഹിസ്സലാം അവിടെ നിന്നുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞു, ഔകല്ലദീ മർറ അലാ ഖറിയ. ആ ഗ്രാമത്തിലൂടെ നടന്നു പോകുന്ന ഉസൈർ നബി പറഞ്ഞു, ഖാല അന്നാ യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹ. ഈ നശിച്ചുപോയ, എപ്പാട് നശിച്ചുപോയ ഈ നാടിനെ ഇനി എങ്ങനെയാണ് അല്ലാഹു പുനർജീവിപ്പിക്കുന്നത് എന്ന സംശയം അവിടെ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസൈർ നബി അലൈഹിസ്സലാം പറഞ്ഞു. ഫഅമാതഹുല്ലാഹു മിഅത. അല്ലാഹു എന്ത് ചെയ്തു? ഈ നാടിനെ എങ്ങനെയാണ് പുനർക്രമീകരിക്കുന്നതെന്ന് ഉസൈർ നബി അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുക്കാനായി 100 വർഷം ഉസൈർ നബി അവിടെ അല്ലാഹു മരിപ്പിച്ചു കിടത്തി. 40 വയസ്സുള്ള ആ സമയം ഉസൈർ നബി അലൈഹിസ്സലാം ഭാര്യ ഗർഭിണിയാണ്. അവിടെ ഉസൈർ നബി അലൈഹിസ്സലാം ആ നാട്ടിലേക്ക് വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഈ സംഭവം നടക്കുമ്പോൾ ഉസൈർ നബി അലൈഹിസ്സലാമിന് പ്രായം 40 വയസ്സാണ്. അവിടെ അല്ലാഹു തആല ഫഅമാതഹുല്ലാഹു മിഅത ആമിൻ സുമ്മ ബഅസഹു. 100 വർഷം അല്ലാഹു മരിപ്പിച്ച് കിടത്തിയിട്ട് സുമ്മ ബഅസഹു, പിന്നീട് ബഹുമാനപ്പെട്ടവരെ പുനർജീവിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, കം ലബിസ്ത, നീ എത്ര നാൾ ഇവിടെ താമസിച്ചു? ഉസൈർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ അതിൽ കൂടുതലോ. അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ അത്ര തോന്നിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹു പറഞ്ഞു, അല്ല ബൽ ലബിസ്ത മിഅത ആമിൻ, നീ 100 വർഷമാണ് ഇവിടെ മരിച്ചു കിടന്നത്. 100 വർഷം ഇവിടെ കിടന്നു. ഫൻദുർ ഇലാ തുആമിക വലാ വശറാബിക ലം യതസന്ന. ഈ 100 വർഷം നീ ഇവിടെ മരിച്ചു കിടന്നിട്ടും നീ കൊണ്ടുവന്ന നിന്റെ ആഹാരമായിരുന്നാലും നിന്റെ വെള്ളമായിരുന്നാലും അതിലേക്ക് നീ നോക്കുക, അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? ഉസൈർ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശാലമായ സംഭവമാണ്. ഉസൈർ നബി അലൈഹിസ്സലാം അതിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യത്യാസമില്ല. ആള് 100 വർഷം മരിച്ചു കിടന്നു. പക്ഷേ ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലും വെളിപ്പടിച്ചിട്ടില്ല. ശരീരത്തിന്റെ ഒരു തൊലിയുടെ അംശം പോലും പ്രായത്തിന്റെ ആ ഒരു ആധിക്യം അറിയിക്കുന്ന അടയാളങ്ങളായിട്ട് വന്നില്ല. അദ്ദേഹത്തിന്റെ വാഹനമാകുന്ന കഴുത, നിന്റെ ആ കഴുതയിലേക്ക് നീ നോക്കുക. ആ കഴുതയും മരിച്ചു പോയി. പക്ഷേ അതിന്റെ ആ മാംസത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് പുനർജീവിപ്പിക്കുന്നത് എന്നുള്ള നിലയിൽ അല്ലാഹു തആല ഉസൈർ നബിക്ക് വലിയൊരു ദൃഷ്ടാന്തം അവിടെ കാട്ടിക്കൊടുത്തു. ആ ദൃഷ്ടാന്തമൊക്കെ കണ്ടിട്ട് ഉസൈർ നബി അലൈഹിസ്സലാം അവിടെ നിന്നും സ്വന്തം നാട്ടിലേക്ക് വന്നു. സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോ നാടാകെ മാറിയിരിക്കുന്നു. നാടാകെ മാറി. തന്റെ വീട്ടിലേക്ക് വന്നപ്പോ വീടിന്റെ ഉമ്മറത്ത് ജരാനരകൾ ബാധിച്ച പ്രായമായ ഒരു വൃദ്ധൻ ഇങ്ങനെ ഇരിക്കുന്നു വീടിന്റെ ഉമ്മറത്ത്. ഉസൈർ നബി അലൈഹിസ്സലാം 40 വയസ്സെന്ന് ഉസൈർ നബി വന്നിട്ട് ചോദിക്കുന്നു, ഇത് ഉസൈറിന്റെ വീടല്ലേ? പറഞ്ഞു, ആണ്. അദ്ദേഹത്തിന്റെ ഭാര്യ എവിടെ? ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ഭാര്യ മരണപ്പെട്ടു പോയി. നിങ്ങൾ ആരാണ് അദ്ദേഹത്തിന്റെ? പ്രായമേറിയ 100 വയസ്സ് പ്രായമുള്ള ആ വൃദ്ധൻ, പടുവൃദ്ധനായ ആള് പറഞ്ഞു, ഞാൻ ഉസൈർ നബിയുടെ മകനാണ്. 100 വർഷം മരിച്ചു കിടന്നിട്ട് ബാപ്പു വന്നപ്പോ ബാപ്പാക്ക് വയസ്സ് 40, മകന് വയസ്സ് 100. ആ സമയം ഉസൈർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാനാണ് നിന്റെ ബാപ്പ ഉസൈർ അലൈഹിസ്സലാം. ഒന്നാലോചിച്ച് നോക്കുക. ബാപ്പാക്ക് വയസ്സ് 40 ഉള്ളു, മകന് വയസ്സ് 100. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. കാരണം അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
അപ്പൊ ആകാശങ്ങളെ താണ്ടിക്കൊണ്ട് ഹബീബായ നബിതങ്ങളെ കൊണ്ടുപോയത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി, എന്റെ ദാസനെ നാമാണ് യാത്ര ചെയ്യിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.